മറ്റൊന്ന് മാധ്യമത്തിൻ്റെ ഒന്നാം പേജാണ്. ഈ വലിയ വിവാദങ്ങളും വാർത്തയും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ, അതായത് ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. വേട്ടക്കാർക്ക് ആശ്വാസം എന്നുള്ളതാണ്. വിവരങ്ങൾക്ക് പൂട്ടിട്ട് കമ്മീഷൻ. അതായത് ഇനി ഈ വിവരങ്ങൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 35ഓളം കേസെടുത്തിട്ടുണ്ട്. അതിൽ 34 കേസും ഇപ്പോൾ ഏതാണ്ട് ഒത്തുതീർപ്പിൻ്റെ വക്കിലാണ്. പരാതിക്കാർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ വിവരങ്ങൾ, അതായത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും പുറത്തു വരാൻ പോകുന്നില്ല എന്നാണ് മാധ്യമത്തിൻ്റെ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കാര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഭാഗങ്ങൾ പുറം ലോകത്ത് ഇനി അറിയാനിടയില്ല. റിപ്പോർട്ടിലെ ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 35 കേസുകളും പോലീസ് അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തുവിടേണ്ട എന്നാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ചിൻ്റെ അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു കാര്യവും പുറത്തു വരില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് മാധ്യമം ഒന്നാം പേജിൽ വലിയ വാർത്തയായിട്ട് നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി കാണാം. ഇനി ദേശാഭിമാനിയിലേക്ക് പോയാൽ, ദേശാഭിമാനി മറ്റൊരു വാർത്ത. സ്കൂളുകളിൽ നമ്മളുടെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളുടെ ഒരു അവസ്ഥയെക്കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിയാം. സ്കൂളുകളിൽ തൊഴിൽ പഠിക്കണം എന്ന ആഗ്രഹം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിച്ച് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന ആഗ്രഹം ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യമായി സർക്കാർ വരികയാണ്. പ്രത്യേക പുസ്തകം റെഡിയാണ്. സ്കൂളുകളിൽ തൊഴിലും പഠിക്കാം. രാജ്യത്ത് ആദ്യമാണ്. പഠനം പ്രാക്ടിക്കലാകും. 12 തൊഴിൽ മേഖലയിൽ പ്രാഥമിക അറിവ്. സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ലഭ്യമാകാൻ പോകുന്ന അറിവുകൾ, മേഖലകൾ ഞാനൊന്ന് വേഗം വായിച്ചു പോകാം. കൃഷി, മാധ്യമങ്ങളും വിനോദവും, ഭക്ഷ്യ വ്യവസായം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ധനകാര്യം, പാർപ്പിടം, വസ്ത്രം, ടൂറിസം, പാഴ്വസ്തു സംസ്കരണം, പ്ലംബിംഗ്, കരകൗശലം, അങ്ങനെ 12 മേഖലകളിൽ നമ്മൾക്ക് അവഗാഹത്തോടു കൂടി തന്നെ പഠിച്ചിറങ്ങാം. അതിന് പ്രത്യേക പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ നല്ല വാർത്തയെ, വലിയ വാർത്തയെ നൽകുന്നു. അതുമാത്രമല്ല മറ്റൊരു വാർത്ത കൂടി ഈ മനോരമ നൽകിയിട്ടുള്ളത്. മനോരമ ഒരുപക്ഷെ ഈ എല്ലാ പത്രങ്ങളും, ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകുന്നതെല്ലാം ഓരോ പത്രങ്ങൾ അവരവരുടെ മാത്രം വാർത്തയെ നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ വാർത്തകളൊന്നും, അതായത് നമ്മളുടെ ഈ രാജ്ഭവനിലെ വാർത്ത ഒഴികെ ബാക്കി മറ്റ് പറഞ്ഞ വാർത്തകളെല്ലാം മറ്റ് പത്രങ്ങളിലൊന്നുമില്ലാത്ത ഈ അവരവർക്ക് മാത്രമുള്ള വാർത്തകളാണ്. രാം ദർബാറിൽ പ്രതിഷ്ഠ, അയോധ്യ ഭക്തിസാന്ദ്രം. നമുക്കറിയാം അയോധ്യയിലെ രാംലല്ല എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ രാം ദർബാറിലേക്ക് പോവുകയാണ്. രാം ദർബാറിൽ പ്രതിഷ്ഠ പൂർത്തിയായി കഴിഞ്ഞു. അവിടെ ശ്രീരാമനും സീതയും ഒപ്പം ലക്ഷ്മണനും ഭരതനും ഹനുമാനും ഒക്കെയുള്ള രൂപത്തിലാണ് ഈ രാം ദർബാർ വരുന്നത്. രാംലല്ല നമുക്കറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ അവിടുത്തെ പ്രതിഷ്ഠയാണ്. ഇനി വരാൻ പോകുന്നത് രാം ദർബാറാണ്. ആ രാം ദർബാറിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വാർത്ത മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ ആ വാർത്ത ഒരുപക്ഷെ കൊടുത്തില്ല എന്ന് വേണം കാണാൻ.